ഇക്കഴിഞ്ഞു പോയ 11 വർഷവും എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ആഗ്രഹിച്ചൊരു കാര്യമാണ് എങ്ങനെയെങ്കിലും ഒരു കപ്പ് ഞങ്ങൾക്ക് സ്വന്തമാക്കുക, അഥവാ എങ്ങനെയെങ്കിലും ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള കപ്പ് ഞങ്ങൾക്ക് കിട്ടണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതുവരെ ആയിട്ടും അത് സാധിച്ചിട്ടുമില്ല. ഇനി ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് മുന്നിലുള്ളത് സൂപ്പർ കപ്പ് എന്നുള്ള ആ ഒരു കപ്പ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ ആരാധകരും കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിലെ പ്ലേയേഴ്സും അതോടൊപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാലയും നല്ല രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു സൂപ്പർ കപ്പ് എങ്ങനെയെങ്കിലും സ്വന്തമാക്കുക എന്നുള്ളത്. ഏതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ കപ്പിലെ ആദ്യ മത്സരത്തെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക. ഏതായാലും വീഡിയോയിലോട്ട് കടക്കുകയാണെങ്കിൽ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഈസ്റ്റ് ബംഗാൾ എഫ് സിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഈ ഒരു മത്സരത്തിൽ അഥവാ ആദ്യ സൂപ്പർ കപ്പ് മത്സരത്തിലെ എതിരാളികൾ എന്നുള്ളത്. അതുകൊണ്ട് അവരെ ചില്ലറക്കാരായിട്ടൊന്നും നമുക്ക് എടുക്കാൻ സാധിക്കുകയില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ 2 സൂപ്പർ താരങ്ങൾ ആ ഒരു ടീമിലേക്ക് ഈ ഒരു സീസണിൽ പോയിട്ടുണ്ടായിരുന്നു. ജീക്സൺ സിംഗും കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ എക്കാലത്തെയും മികച്ച സ്ട്രൈക്കർ ആയിട്ടുള്ള ഗ്രീക്ക് സ്ട്രൈക്കർ ദിമിത്രിയോസ് ഡാമൻഡക്കോസുമായിരുന്നു. ആ 2 താരങ്ങളെ നമുക്ക് ചില്ലറക്കാരായിട്ടൊന്നും കാണാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഈസ്റ്റ് ബംഗാൾ എഫ് സി എന്നുള്ള ആ ഒരു ക്ലബിനെ ഒരു കാരണവശാലും നമുക്ക് ചില്ലറക്കാരായിട്ടോ അല്ലെങ്കിൽ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാച്ച് ആയിട്ടോ നമുക്ക് ആ ഒരു സൂപ്പർ കപ്പിലെ ആദ്യ മത്സരം എടുക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനുള്ളത്. ഇനി ഏതായാലും ഈ ഒരു മത്സരത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ വരുന്ന 20-ാം തീയതി ഞായറാഴ്ച രാത്രി 8 മണിക്കാണ് ഈ ഒരു മത്സരം അരങ്ങേറാൻ പോകുന്നത്. മത്സരം നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പുതിയ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാലയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരം തന്നെയാണ്. കാരണം അദ്ദേഹം വന്ന് ആദ്യ മത്സരം അഥവാ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിലേക്ക് വന്നതിന് ശേഷമുള്ള അദ്ദേഹം പരിശീലിപ്പിച്ചുകൊണ്ടുള്ള ആദ്യ മത്സരത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുക അല്ലെങ്കിൽ ഈ ഒരു സൂപ്പർ കപ്പ് കിരീടം നേടുക എന്നുള്ളത് ഒരു ചില്ലർ കാര്യമൊന്നുമല്ല ഡേവിഡ് കാറ്റാലയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇതുവരെ ആയിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് അവരുടെ ഹിസ്റ്ററിയിൽ ഒരു കപ്പ് പോലുമില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഈ ഒരു സൂപ്പർ കപ്പ് നേടിക്കൊടുക്കുകയാണെങ്കിൽ ഡേവിഡ് കാറ്റാലയ്ക്കും കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മാനേജ്മെന്റിനും അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ടുള്ള കരോലിസിനും ഒരു പ്രൗഡ് മൂമെന്റ് തന്നെയായിരിക്കും. ഏതായാലും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി അവരുടെ സൂപ്പർ കപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും നമുക്ക് ആ ഒരു സ്ക്വാഡിലേക്ക് ഒന്ന് കടക്കാം. ഗോൾ കീപ്പേഴ്സുകളായിക്കൊണ്ട് 4 കീപ്പർമാരെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. സച്ചിൻ സുരേഷ്, കമൽജിത് സിംഗ്, അൽസാബിത്ത്, ജസീൻ എന്നീ ഗോൾ കീപ്പേഴ്സാണ് സൂപ്പർ കപ്പിന്റെ ആ ഒരു സ്ക്വാഡിൽ ഇടം പിടിച്ചിട്ടുള്ളത്. ഇനി ഏതായാലും ഡിഫൻസിലേക്ക് കടക്കുകയാണെങ്കിൽ ഹോർമിപ്പാ റുയ്വ, ബിഗാഷ്, മിലോസ്, ഡുസൻ ലഗാറ്റോർ, നവോച്ച സിംഗ്, ഐബൻ ഡോഹ്ലിംഗ്, എം സഹീഫ്, സന്ദീപ് സിംഗ് എന്നിവരായിരിക്കും നമുക്ക് പ്രതിരോധ നിരയിൽ കാണാൻ സാധിക്കുക. ഇനി മിഡ്ഫീൽഡേഴ്സിനെ നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ നെടുന്തൂണായിട്ടുള്ള അഡ്രിയാൻ ലൂണ, ഡാനിഷ് ഫാറൂഖ്, വിപിൻ മോഹനൻ, ഫ്രെഡി ലവമ, മുഹമ്മദ് അസർ, യോഹൻബാ മീട്ടായി, എബിൻദാസ്, കോറോ സിംഗ്, മുഹമ്മദ് ഐമൻ, അമാവിയ എന്നിവരായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഇനി ഫോർവേഡ് പൊസിഷൻ അഥവാ മുന്നേറ്റ നിരയിലേക്ക് വരികയാണെങ്കിൽ ജീസസ് ജിംനിസ്, നോഹ സദോയി, ക്വാമി പെപ്ര, ഇഷാൻ പണ്ഡിത, ശ്രീകുട്ടൻ എം എസ് എന്നിവരെ ആയിരിക്കും നമുക്ക് മുന്നേറ്റ നിരയിൽ കാണാൻ സാധിക്കുക. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു സൂപ്പർ സ്ക്വാഡിനെയാണ് കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി അനൗൺസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ എല്ലാവരുടെയും ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മറ്റൊരു ആകാംക്ഷയും നിങ്ങൾ കാത്തിരുന്ന ഒരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഈ ഒരു മത്സരത്തിൽ ഒരു പോസിബിൾ ലൈനപ്പ് എന്നുള്ളത്. ഇനി ഏതായാലും നമുക്ക് ആ ഒരു പോസിബിൾ ലൈനപ്പിലേക്ക് തന്നെ കടക്കാവുന്നതാണ്. ഏതായാലും ഈ ഒരു പോസിബിൾ ലൈനപ്പ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് 4-4-2 എന്നുള്ള ഒരു ഫോർമേഷനിൽ തന്നെയാണ്. ഏതായാലും ഗോൾ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ സച്ചിൻ സുരേഷിന് പകരമായി കൊണ്ട് കമൽ ജിത്തിനെ ആയിരിക്കും ഗോൾ പോസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇനി ബ്രേക്കിലേക്ക് അഥവാ പ്രതിരോധ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ മിലോസ് റിഞ്ചിച്ച്, ഡുസൻ ലഗാറ്റോർ എന്നിവരെയും കൂടാതെ തന്നെ അവർക്ക് തൊട്ട് മുന്നിലായിക്കൊണ്ട് വിങ്ങിൽ നവോച്ച സിംഗിനെയും കൂടാതെ തന്നെ ഐബൻ ഡോഗ്ലിങ്ങിനെയും നമുക്ക് കാണാൻ സാധിക്കും. ലെഫ്റ്റ് വിങ്ങിൽ നവോച്ചയെയും റൈറ്റ് വിങ്ങിൽ ഐബനെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഇനി മിഡിലേക്ക് വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരങ്ങളായിട്ടുള്ള സെൻട്രൽ മിഡ്ഫീൽഡേഴ്സുകളായിക്കൊണ്ട് ഡാനിഷ് ഫാറൂഖും വിപിൻ മോഹനെയും കാണാൻ സാധിക്കും. ഇരുവർക്കും തൊട്ട് മുന്നിലായിക്കൊണ്ട് ലെഫ്റ്റ് വിങ്ങിൽ നോഹ സദോയെയും റൈറ്റ് വിങ്ങിൽ നമുക്ക് അഡ്രിയാൻ ലൂണയെയും കാണാൻ സാധിക്കും. ഇനി മുന്നേറ്റ നിര അഥവാ ഫോർവേഡ് പൊസിഷനിൽ നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരങ്ങളായിട്ടുള്ള ജീസസ് ജിംനിസിനെയും ക്വാമി പെപ്രയെയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പുതിയ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാലയുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫോർമേഷൻ തന്നെയാണ് 4-4-2 എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പോസിബിൾ ലൈനപ്പിൽ അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത്. ഏതായാലും നിങ്ങൾക്ക് പോസിബിൾ ആയി തോന്നുന്ന ലൈനപ്പും കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു മത്സരത്തിലെ സ്കോറും ഒന്ന് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ഐസിലിനെ കുറിച്ചും ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ന്യൂസുകൾക്കും അതോടൊപ്പം തന്നെ അനാലിസിസ് വീഡിയോകൾക്കും വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ഐസിൽ അപ്ഡേറ്റും ന്യൂസും അനാലിസിസുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.